കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ധാരാളം കുട്ടികൾ പുറത്തു പോകുന്നു. ബിരുദം പഠിക്കുന്നതിന് കുട്ടികൾക്ക് താല്പര്യമില്ല. കുട്ടികൾ പലരും നമ്മുടെ രാജ്യം വിട്ട് നമ്മുടെ കേരളം വിട്ട് പോകുന്നു. അങ്ങനെ കേരളം വിട്ട് പോകുന്നതിൻ്റെ കണക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ഒരു വീഡിയോ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ VC ആയിരുന്ന ഡോക്ടർ ബി ഇക്ബാൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേന്ദ്ര നിർവാഹക സമിതി അംഗമാണ്. ജനകീയ ആരോഗ്യം എന്ന് പറഞ്ഞ് വലിയ തോതിൽ കേരളത്തിലും രാജ്യത്തും പലയിടത്തുമൊക്കെ പോയി വിദേശത്തുമൊക്കെ പോയി പ്രവർത്തിക്കുന്ന ആളാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ ന്യൂനപക്ഷ മുഖമാണ്. പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു. VC ആയിരുന്നു. അദ്ദേഹം പ്രമുഖനായ തോമസ് ഐസക്, ഡോക്ടർ ഇക്ബാൽ, CP നാരായണൻ, MP പരമേശ്വരൻ എന്ന് പറയുന്ന ആ ത്രയത്തിലൊക്കെ ഉള്ള ഒരു മുസ്ലിമായിട്ടുള്ള ഏക വ്യക്തി അദ്ദേഹമാണുള്ളത്. ഞാൻ ജാതി പറഞ്ഞതല്ല, പക്ഷെ അപൂർവം ഇല്ല. അതിനകത്ത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇല്ലല്ലോ. ഒരു തോമസ് ഐസക്കും ഒരു ഇക്ബാലും ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ഇക്ബാൽ VC ആയപ്പോഴാണ് പിന്നെ ഒരു ഗേറ്റും മതിലും നല്ലൊരു മതിലുണ്ടായിരുന്നു, നല്ലൊരു ഗേറ്റും ബോർഡും ഒക്കെ യൂണിവേഴ്സിറ്റിക്ക് വെച്ചത്. അത് വളരെ അഭിമാനപൂർവ്വം അദ്ദേഹം പറയാറുണ്ട്. അതിനകത്ത് നടത്തിയ ഏതെങ്കിലും അക്കാഡമിക് പ്രവർത്തനം അല്ല അദ്ദേഹം പറയുന്നത്. ഞാൻ ബോർഡ് വെച്ചു, ഞാൻ മതിൽ കെട്ടി, അത് വളരെ സന്തോഷമുള്ള കാര്യമായിട്ട് പറയുന്നു. അദ്ദേഹം പക്ഷേ ന്യൂറോ സർജൻ ആയിരുന്നു. അപ്പോൾ മെഡിക്കൽ വിഭാഗത്തിൽ നിന്ന് വന്ന ന്യൂറോ സർജനായിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ന്യൂറോ സർജന് കേരള VC ആകാം. ഡോക്ടറായ മോഹൻ കുന്നുമേലിന് ആകാൻ പറ്റില്ല. ഈ മോഹൻ കുന്നുമേൽ വന്ന പാനൽ തന്നെ എവിടെ നിന്നാണ്? ഇത് കേരള ഗവൺമെന്റ് കൊടുത്ത പാനലുകളിൽ ആരോഗ്യ സർവകലാശാലയുടെ പാനലിൽ ഉണ്ടായിരുന്നതാണ്. അതുപോലെ തന്നെ കേരള സർവകലാശാലയുടെ അദ്ദേഹം VC ആവുന്നത് ഇൻചാർജാണ്. അദ്ദേഹം ആരോഗ്യ സർവകലാശാലയുടെ VC ആയിട്ടാണ് വന്നത്. അപ്പോൾ ഡോക്ടർക്ക് വരാമല്ലോ. ഡോക്ടർ MC കെ നായർ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് ഒക്കെ ആയിരുന്നു. ഡോക്ടർ MC കെ നായർ ആയിരുന്നു ആദ്യത്തെ സ്ഥാപക പ്രസിഡന്റ് കുഫോസിന്റെ, അതായത് ആരോഗ്യ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ VC. അത് കഴിഞ്ഞാണ് മോഹൻ കുന്നുമേൽ വരുന്നത്. അപ്പോൾ മോഹൻ കുന്നുമേൽ അവിടെ ഇരുന്നിട്ടാണ് ചാർജ് വരുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അതിനെ തിരിച്ചെടുത്താൽ പോലും കേരള യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ഇക്ബാലിന് മുമ്പ് ഇരുത്തി ഒരു ഡോക്ടറെ, മുൻപേ ഒരു MD ഉള്ള ഡോക്ടർ മുമ്പ് ഇരുന്നുള്ള ഒരു പരിചയമുണ്ട്. അതുകൊണ്ട് ഈ SFIക്കാരും DYFIക്കാരും സോഷ്യൽ ഹാൻഡിൽ കിടന്നിട്ട് തിളച്ച് മറിയേണ്ട ഒരു കാര്യമില്ല. ഇക്ബാലിൻ്റെ പിൻഗാമിയാണ് നമ്മുടെ മോഹൻ കുന്നുമേൽ, ഡോക്ടർ മോഹൻ കുന്നുമേൽ. ഇനി കേരള സർവകലാശാലയിലെ ആകെ സീറ്റുകളിൽ കേരള സർവകലാശാലയുള്ള ബിരുദ സീറ്റിൽ 35,820 സീറ്റുള്ളതിൽ 21,847 സീറ്റ് മാത്രമേ ഫില്ലായിട്ടുള്ളൂ. 13,974 സീറ്റ് വേക്കൻ്റ് കിടക്കുന്നു. MG സർവകലാശാലയിൽ എല്ലാം ബിരുദത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. 55,644-ൽ 25,292 ഫില്ലായിട്ടുള്ളൂ. 30,000-ഓളം സീറ്റ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. 30,352. അവിടെ കാലിക്കട്ട് സർവകലാശാല എടുത്താൽ ആകെ സീറ്റ് 92,501 സീറ്റ് കൂടുതലാണ്. അതിൽ പ്രവേശനം നേടിയത് 59,935. അവിടെയും 32,000 പേർ, 32,566 പേരുടെ ഒഴിവ് കിടക്കുന്നു. കണ്ണൂർ സർവകലാശാല എടുത്താൽ ബിരുദത്തിന് സീറ്റ് കുറവാണ്. 23,149. പ്രവേശനം നേടിയത് 14,489. ഒഴിവ് വന്നിരിക്കുന്നത് 8,660 എന്ന് പറയുമ്പോൾ 32, 40, 70, 40, 30, 70, 85,000 ആളുകൾ കേരളത്തിൽ കുട്ടികളുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നു. 20,000 കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നു. CET തിരുവനന്തപുരം CETയിൽ പോലും എല്ലാ ബ്രാഞ്ചിനും ഫുൾ ആവുന്നില്ല. ആർട്സ് കോളേജുകൾ പോലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോഴും ഈ 10,000-20,000 കുട്ടികൾ പുറത്തു പോയി മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഡൽഹിയിലും ഒക്കെ പോയി പഠിക്കുന്നു. എന്താണ് കേരളത്തിലെ ഇത് സംഭവിച്ചത്? ഇതിൽ ഡോക്ടർ ബി ഇക്ബാലിനെ പോലെയുള്ളവർക്ക് പറയാൻ എന്താണ് ഉള്ളത്? ഗവർണറുടെ ഇടപെടൽ മാത്രമാണോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നം? ഗവർണർമാർ ഇടപെടുന്നതിന് എത്രയോ മുമ്പ് ഈ മേഖലയിൽ പ്രശ്നങ്ങളില്ലേ എന്നുള്ളത് ആണ്. വിദ്യാഭ്യാസ മേഖലയുടെ ഗുരുതര പ്രതിസന്ധി ഉണ്ടായിട്ടില്ലേ എന്ന് ഡോക്ടർ ഇക്ബാൽ മറുപടി പറയണം. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ പ്രശ്നങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചതല്ലേ? അതുപോലെ തന്നെ സിൻഡിക്കേറ്റുകളുടെ പ്രശ്നങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചില്ലേ? 4 വർഷ കോഴ്സുകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ഇക്ബാൽ അഭിപ്രായം പറയണം. അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ഇക്ബാൽ അഭിപ്രായം പറയണം, ഡോക്ടർ ഇക്ബാൽ. അതുപോലെ തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങളും വിദ്യാലയ അന്തരീക്ഷത്തെ മോശമാക്കിയിട്ടുണ്ടോ നല്ലതാക്കിയിട്ടുണ്ടോ എന്നും ഡോക്ടർ ഇക്ബാലിനെ പോലുള്ള VC ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് മാത്രമല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിലൊക്കെ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ താങ്കളുടെ അഭിപ്രായം അറിയാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ കേരളം വിട്ടു പോകുന്നതെന്ന് കേരള സമൂഹത്തിന് അറിയുവാൻ താല്പര്യമുണ്ട്. ഈ ചർച്ച തുടങ്ങി വയ്ക്കുമോ? നിങ്ങളുടെ സോഷ്യൽ ഹാൻഡിലുകളിലെങ്കിലും നിങ്ങൾ ഈ ചർച്ച തുടങ്ങി വയ്ക്കുമോ? ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ എവിടെയെങ്കിലും ഈ ചർച്ച തുടങ്ങി വയ്ക്കുമോ? അല്ലെങ്കിൽ പരിഷത്തിന്റെ യോഗങ്ങളിലെങ്കിലും ഡോക്ടർ ഇക്ബാൽ ഇത് തുടങ്ങി വയ്ക്കുമോ? ഇതറിയാൻ കേരള സമൂഹത്തിന് താല്പര്യമുണ്ട്. അപ്പോൾ ആദ്യത്തെ
ക്യാപ്സൂൾ പൊളിഞ്ഞുപോയി. കാരണം മോഹൻ കുന്നുമേലിനെ, ആരോഗ്യ ഡോക്ടറായിട്ടുള്ള മോഹൻ കുന്നുമേലിനെ VC ആയി വച്ചത് പിന്നെ അത് പൊളിഞ്ഞു. കാരണം ഡോക്ടർ ഇക്ബാലും VC ആയി ഇരുന്നിട്ടുണ്ട്. അതിൽ പിന്നെ അതിൻ്റെ ഉത്തരവും പറയേണ്ടത്, അതിനെ ഒന്ന് സമീകരിക്കാൻ അത് കഴിയും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ വിചക്ഷണനായതുകൊണ്ടല്ല ഡോക്ടർ ഇക്ബാൽ VC ആയതും. അദ്ദേഹം ഇടതുപക്ഷ CPM-ന്റെ സഹയാത്രികനും ചങ്ങനാശ്ശേരിയിലൊക്കെ മത്സരിച്ചിട്ടുള്ള പക്കാ CPM പാർട്ടി മെമ്പർ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് VC ആയി കിട്ടിയത്. അതേസമയം മോഹൻ കുന്നുമേലിനെ VC ആക്കുന്നതിൽ, ആരോഗ്യ സർവകലാശാല VC ആക്കുന്നതിൽ കേരള ഗവൺമെന്റിന്റെ പാനലിൽ വഴിയാണ് ഗവർണർക്ക് കിട്ടി. അതിൽ നിന്ന് ഗവർണർ അദ്ദേഹത്തെ വെച്ചത്. അപ്പോൾ അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്ക് അരസംഖ്യയും CPM ഒന്ന് വിളിക്കാം എന്ന് വേണമെങ്കിൽ വിളിക്കാം മോഹൻ കുന്നുമേലിനെ. അതവിടെ നിൽക്കട്ടെ. എന്താണ് ഡോക്ടർ ഇക്ബാൽ ഇതിന് മറുപടി പറയണം. എന്തെന്നാൽ താങ്കൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേന്ദ്ര നിർവാഹക സമിതി അംഗമാണ്. ഈ കാര്യങ്ങളിൽ സജീവമായി അഭിപ്രായം പറയുന്ന ആളാണ്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന ആളാണ്. അതിലുപരി എല്ലാറ്റിലുപരി താങ്കൾ കേരള സർവകലാശാലയുടെ VC ആയിരുന്നു. അപ്പോൾ താങ്കളുടെ അഭിപ്രായം അത് കലാലയങ്ങളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെക്കുറിച്ച്, 4 വർഷത്തെ കോഴ്സിനെ കുറിച്ച്, അതുപോലെ തന്നെ പിന്നെ സിൻഡിക്കേറ്റുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ഗവർണർ വരുന്നതിന് മുമ്പുള്ള ഇവിടെ നടന്ന ഇടപെടലുകളെക്കുറിച്ച്, എല്ലാം വിദ്യാർത്ഥികൾ ധാരാളമായി പുറത്തു പോകുന്നതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചെല്ലാം താങ്കളുടെ അഭിപ്രായം അറിയാൻ കേരള സമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്. ഡോക്ടർ ഇക്ബാൽ പ്രതികരിക്കുമല്ലോ പരസ്യമായി തന്നെ.